ഇപ്പൊ എല്ലാവരും മാങ്ങയൊക്കെ ഒരുപാടുള്ള ഒരു സമയമാണ്. അപ്പൊ പഴുത്ത മാങ്ങയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പൊ ഇപ്പൊ നല്ല ചൂടും ഒക്കെ ഉണ്ട്, മഴയൊക്കെ ഇടയ്ക്കുണ്ടെങ്കിലും പകലൊക്കെ നല്ല ചൂടാണ്. ജ്യൂസൊക്കെ കുടിക്കാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു സമയത്ത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാംഗോ ജ്യൂസാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി ചെറിയ പീസസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 200 ഗ്രാം ഉള്ള ഒരു മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു അളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു 3 ഗ്ലാസ് ജ്യൂസൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ടാങ്ക് ആണ്. ഇത് ഓറഞ്ചിന്റെ ടാങ്ക് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം മാംഗോയുടെ തന്നെ ടാങ്ക് എടുക്കുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഓറഞ്ചിന്റെ ടാങ്ക് വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഇപ്പം 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വെള്ളമാണ്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ 2 സാധനങ്ങൾ ചേർത്ത് നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ മാങ്ങ ജ്യൂസ് അടിച്ചെടുക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പോലെ തന്നെ മാങ്ങ നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മാംഗോ ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ രീതിയിൽ മാംഗോ ജ്യൂസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യവും വിട്ടുപോകരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.